ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടേൽ അത് ഇവർക്ക് ദിന. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമുക്ക് അടുത്തൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇത്തവണ നമ്മൾ പോകാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂരിൽ നിന്ന് സേലം വരെയാണ്. ചെറിയൊരു ട്രിപ്പാണ് ഗൈസ്. ഇതേ നമ്മുടെ ബാബുവണ്ണനാണ് ഈ നിൽക്കുന്നത്. ഇന്ന് ബാബുവണ്ണനാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ ക്ലീനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഇന്ന് ഡ്രൈവറാണ് ഗൈസ്. നമുക്ക് യാദൃശ്ചികമായിട്ട് വെറുതെ ഇരുന്നപ്പോൾ കിട്ടിയൊരു ട്രിപ്പാണ് ഗൈസ്. നമ്മളിന്ന് പോകാൻ പോകണം വണ്ടി കണ്ടിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. അപ്പോൾ ഞാൻ വണ്ടി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ട്രിപ്പ് പോകാൻ പോണ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ വണ്ടി കണ്ടിട്ട് മനസ്സിലായവരൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ നമ്പർ പ്ലേറ്റും കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാം. വണ്ടി മനസ്സിലായവർ വേഗം തന്നെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ പഴയ ഹാക്കറാണ് ഗൈസ്. നമ്മുടെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം. ഇതാണ് പഴയ ഹാക്കർ. ഇപ്പോൾ ഫുള്ള് വെള്ളയടിച്ചിട്ടേക്കുവാണ് ഗൈസ്. നമ്മുടെ ഗതികേടിന് നമുക്ക് ഇതിനെ ഒന്ന് കൊടുക്കേണ്ടതായിട്ട് വന്നു. നമ്മൾ ഗ്രാഫിക്സിൽ പൊതിഞ്ഞുകൊണ്ട് പോയ വണ്ടിയാണ് ഇത്. ഇപ്പോൾ വെള്ളയടിച്ച് ആകെ നാശമായിട്ട് നിൽക്കുവാണ്. അവരിതിൻ്റെ വണ്ടിക്ക് ഗ്രാഫിക്സ് അടിക്കാൻ ഇരിക്കുവാണ്. അപ്പോഴാണ് ഇങ്ങനെ കുറേ ട്രിപ്പൊക്കെ വന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാണ്. ഇവർ പിന്നെ റീപെയിൻറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വണ്ടിയുടെ ഫിറ്റ്നസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം കണ്ട്. അപ്പോൾ ഇതാണ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പുറയിലും ഒരൊറ്റ സ്റ്റിക്കർ പോലും ഇല്ല ഗൈസ്. നമ്മുടെ കയ്യിലായിരുന്നപ്പോൾ ഫുള്ള് ബ്ലാക്ക് അടിച്ച് പുറയിലൊരു ഡ്രാഗണൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. അവരടുത്ത ഗ്രാഫിക്സ് കയറ്റാൻ വേണ്ടി നിൽക്കുവാണ് ഗൈസ്. നമ്മളിന്ന് പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ കോയമ്പത്തൂർ ടു സേലം നൈറ്റ് സർവീസാണ് ഗൈസ്. ഇപ്പോൾ ഈ വണ്ടി നൈറ്റ് സർവീസായിട്ടാണ് അവർ ഓടിക്കണത്. സീറ്റർ ബസ് ആക്കി. നമ്മുടെ ഗാലക്ടോസ് ആണ് ഇപ്പോൾ നമ്മുടെ വണ്ടി എടുത്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ഗാലക്ടോസിൻ്റെ നെയിമൊക്കെ ഉണ്ട്. പഴയ നെയിം ബോർഡ് അങ്ങനെ തന്നെ അവർ നിർത്തിയേക്കുവാണ്. ഇത് നിയോൺ സ്ട്രിപ്പൊക്കെ അങ്ങനെ തന്നെ വെച്ചേക്കുന്നു. അവരിതിൻ്റെ അകത്ത് വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല. നേരത്തെ ഇരുന്ന സ്പീക്കറൊക്കെ ഊരിയിട്ട് കുറച്ച് പവർ കുറഞ്ഞ സ്പീക്കർ വെച്ചു ഗൈസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് സർവീസ് വണ്ടിയാണ്. സ്പീക്കറിൻ്റെ ആവശ്യമൊന്നും വലിയ കാര്യമായിട്ട് ഇല്ല. പിന്നെ ഇതല്ലാണ്ട് സാധാ ട്രിപ്പ് ഓടുന്നുണ്ട്. പിന്നെ നമ്മുടെ ക്യാബിനൊന്നും അവരൊന്നും ചെയ്തില്ല ഗൈസ്. ഞാൻ അകത്ത് കയറി കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അകത്ത് കയറാം. അപ്പോൾ ഗൈസ് നമുക്ക് അകത്ത് കയറാം. അതിന് മുന്നേ നമുക്ക് ഈ ഡോറൊന്ന് തുറന്നേക്കാം. ഓക്കെ, എയർ ഡോറാണ് ഗൈസ്. അടിപൊളി. വണ്ടിയുടെ ലുക്ക് ഏതായാലും കൊള്ളാം. ആ ടോപ്പ് ലൈറ്റ് അവർ ഇതുവരെ അഴിച്ചിട്ടില്ല ഗൈസ്. എന്നാ പറയാനല്ലേ. നമ്മുടെ ഹൈ ബഡ്ജറ്റ് ടോപ്പ് ലൈറ്റ് ഒരെണ്ണം നമ്മൾ വെച്ചതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതായാലും താഴെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് കയറാം ഗൈസ്. അകത്ത് കയറിയിട്ട് നമുക്ക് ഏതായാലും ഒന്ന് ചുറ്റി നടന്ന് കണ്ടേക്കാം ഗൈസ്. യാദൃശ്ചികമായിട്ടാണ് നമ്മുടെ ഹാക്കറിനെ ഒന്ന് കാണുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും അകത്ത് കയറാം. നമ്മുടെ സ്റ്റെപ്പൊക്കെ പഴയതുപോലെ തന്നെ. അവരൊന്നും ചെയ്യാറില്ല ഇതിൻ്റെ അകത്ത്. നേരെ കൊണ്ടുപോയ പേരൊന്ന് മാറ്റി. വണ്ടിയുടെ ക്യാബിനിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ ലയൺ കിങ്ങിൻ്റെ ചിപ്സെറ്റ് മോഡൽ ഒരു പിക്സൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവരങ്ങനെ തന്നെ വെച്ചേക്കുവാണ് ഗൈസ്. ഒന്നും ചെയ്തിട്ടില്ല ഇതിൻ്റെ അകത്ത്. ഞാൻ അകത്ത് കയറി കാണിച്ചു തരാം. സൈഡൊക്കെ നല്ല വളന്നിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗൈസ് നമ്മുടെ ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഗൈസ്. ഫുള്ള് പിക്സൽ ചെയ്തേക്കണ ക്യാബിനാണ്. സ്ലിം ആയിട്ടുള്ള ക്യാബിനാണ് ഗൈസ്. മറ്റേ തള്ളി നിൽക്കുന്ന ക്യാബിനല്ല. പിന്നെ ഈ സ്പീക്കറൊക്കെ അവർ രണ്ടാമത് പവർ കുറഞ്ഞ സ്പീക്കർ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഭാരത് ബെൻസിൻ്റെ സീറ്റ് അങ്ങനെ തന്നെ ഉണ്ട് ഗൈസ്. ഇതുവരെ സീറ്റ് മാറ്റിയിട്ടില്ല. അതിപ്പോഴും അങ്ങനെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആകെ ചെയ്ത് ഈ വണ്ടി ഒന്ന് റീപെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഫിറ്റ്നസിൻ്റെ സമയത്ത് ചെയ്തായിരിക്കും. അപ്പോൾ നമുക്ക് അകത്ത് കയറാം ഗൈസ്. അപ്പോൾ നമ്മുടെ അകത്തോട്ട് വന്നപ്പോഴത്തേക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് അവർ ചെയ്തേക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പീക്കറെല്ലാം എടുത്ത് മാറ്റി പുതിയ സബ് വൂഫറൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു നടുക്കുവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പിക്സലിൻ്റെ ബോർഡൊന്ന് താത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇവിടുത്തെ സബ് വൂഫറൊക്കെ അവർ പവർ കുറഞ്ഞ തന്നെ കയറ്റിയിട്ടുണ്ട്. 250 RMSൻ്റെ എങ്ങാണ്ടാണ് കയറ്റിയേക്കണത്. നമ്മൾ 500 RMSൻ്റെ 6 വെച്ചിരുന്നത്. അവർ പിന്നെ ഇങ്ങനെ നൈറ്റ് സർവീസും ലോക്കൽ ഓട്ടങ്ങളും ആണ് നോക്കണം. അത് കാരണം പിന്നെ വലിയ സ്പീക്കറൊന്നും കയറ്റിയില്ല. പിന്നെ നമ്മുടെ പഞ്ച് ബോക്സൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. ഏതായാലും നമുക്ക് ഇതിൻ്റെ ബാക്ക് സീറ്റ് ഇരുന്നുള്ള വ്യൂ നോക്കാം. അടിപൊളിയാണ് ഗൈസ്. ഇപ്പോൾ ഗൈസ് നമ്മളിതേ ബാക്ക് സീറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹാക്കറിൻ്റെ ബാക്ക് സീറ്റ് ഇരുന്നുള്ള വ്യൂ. ഒരു നടുക്കുവശത്തെ താഴ്ച ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം പഴയതുപോലെ തന്നെയാണ് ഗൈസ്. ആ ഒരു പിക്സൽ ലൈനും എല്ലാം അതുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏതായാലും വയ്യ സമയമായിട്ടുണ്ട്. നേരെ വണ്ടി അങ്ങ് എടുത്തേക്കാം. ഏതായാലും ഇനിയിപ്പോൾ അധികം നേരത്തെ ട്രിപ്പൊന്നുമില്ല. ഒരു അരമണിക്കൂർ തീരാവുന്ന കേസേ ഉള്ളൂ.
പിന്നെ നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഇരിപ്പുണ്ട് ഒരു സബ് വൂഫർ. കാരണം പുറകെ ഇരിക്കുന്നവർക്ക് ഇടി മാത്രമേ കേൾക്കുകയുള്ളൂ. അതുകൊണ്ട് അവിടെയും 2 സ്പീക്കർ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് നമുക്ക് താഴെ ഇറങ്ങാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതേ താഴെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വണ്ടി എടുക്കാം. നമ്മളെ വണ്ടി എടുക്കാൻ സമയമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അരമണിക്കൂറത്തെ കേസേ ഉള്ളൂ. നമുക്ക് വേഗം അങ്ങ് എത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ ബാബുണ്ണനകത്ത് കയറിയിട്ടുണ്ട്. ഗൈസ് നമുക്ക് ഏതായാലും ഡോറൊക്കെ അടച്ച് പയ്യെ വണ്ടി അങ്ങ് എടുത്തേക്കാം. നമ്മുടെ സമയം ഒരുവിധം ആയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മളിത് വണ്ടിക്കകത്തോട്ട് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പഴയതുപോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ആ ഒരു BS6-ൻ്റെ സ്റ്റിയറിങ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മുടെ BS6-ൻ്റെ സ്റ്റിയറിങ്. അടിപൊളി, അങ്ങനെ തന്നെ ഉണ്ട് ഗൈസ്. ഇത് അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ ഹൈറ്റിനനുസരിച്ച് സ്റ്റിയറിങ്ങും സീറ്റും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ ഫോൺ അവിടെ വെച്ചപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ ക്യാബിനൊന്ന് ഫില്ലായത് ഗൈസ്. നമ്മുടെ പഴയ ഹാക്കറിൻ്റെ ക്യാബിൻ. അതുപോലെ തന്നെ നമുക്ക് നേരെ വണ്ടി അങ്ങ് എടുക്കാം ഗൈസ്. സമയം ഒരു ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ അരമണിക്കൂറത്തെ കാര്യമുള്ളൂ. അതാണ് നമ്മളിങ്ങനെ നോക്കി നിൽക്കണത്. ഏതായാലും കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം ഗൈസ്. നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ അടിപൊളി. നമുക്കേതായാലും ഇനി സമയം കുറച്ചുകൂടി ഉണ്ട് ഗൈസ്. സമയം അങ്ങ് പോണില്ല. ഇതെന്നാ പറ്റി? ഓക്കെ, നമ്മുടെ ബാബുണ്ണൻ അവിടെ ഇരിപ്പുണ്ട്. നമുക്കേതായാലും പയ്യെ വണ്ടി അങ്ങ് എടുത്തേക്കാം. നമ്മുടെ സമയം ഒരു ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, നമ്മൾ വണ്ടി തിരിച്ചെടുക്കുവാണ് ഗൈസ്. ഇതിന് 2 വഴിയുണ്ട്. നമ്മൾ ഈ വഴിയാണ് പോക്ക്. ഓക്കെ, തിരിച്ചങ്ങ് നിർത്താം ഗൈസ്. ഗൂഗിളും വെച്ച് പറയണം അപ്പുറത്തെ ആൾക്കാർ നിൽക്കണമെന്ന്. എനിക്കറിയാൻ പാടില്ല ഇവിടെയാണെന്ന്. ചുമ്മാ അങ്ങ് അടിച്ചു വിടുവാണ് ഗൈസ്. നമ്മൾ ആൾക്കാരെടുക്കുവാണ്. ഓക്കെ, അതെ ആൾക്കാരൊക്കെ കയറുവാണ് ഗൈസ്. വേഗം കയറിക്കോ. കയറേ. ഇത്തവണ നമുക്ക് കുറച്ച് അധികം ആൾക്കാരുണ്ട് ഗൈസ്. 10-40 പേര് അടുത്തുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ 45 സീറ്റ് വണ്ടിയാണ്. കയറേ വേഗം കയറേ. എൻ്റെ പൊന്നി ഏട്ടന്മാരെ ഇങ്ങനെ ലാഗ് അടിപ്പിക്കാതെ. ഓക്കെ, കയറിക്കോ. ഓക്കെ, ആൾക്കാരൊക്കെ കയറുവാണ് ഗൈസ്. വേഗം കയറുവാണ്. ഓക്കെ ഗൈസ്, നമ്മളേതായാലും വണ്ടി എടുക്കുവാണ്. സമയം ഒരുവിധമായിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് പയ്യാങ്ങ് പോവാം. ചിലപ്പോൾ ഇനി ട്രാഫിക്കൊക്കെ കിട്ടാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പക്ഷെ രാത്രിയാണ്, അങ്ങനെ ട്രാഫിക്ക് കിട്ടത്തില്ല. വണ്ടി വന്ന കൊണ്ടോണ്ട് അവന്മാർ റോഡ് ക്രോസ് ചെയ്യുകയാണ് ഗൈസ്. ബ്രേക്ക് കിട്ടിയില്ലെങ്കിൽ അവന്മാർ അപ്പുറത്തെ പറമ്പിൽ കിടക്കും. നമ്മൾ തിരിച്ചെടുക്കുവാണ് ഗൈസ്. 12 മീറ്റർ വണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടും തിരിച്ചില്ലെങ്കിൽ സൈഡ് തട്ടാൻ ചാൻസ് നല്ല കൂടുതലാണ്. അപ്പം നമുക്കേതായാലും ഇവൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം ഗൈസ്. ഇവൻ്റെ ആ ഒരു സ്പീക്കറൊക്കെ മാറ്റി പവർ കുറഞ്ഞ സ്പീക്കർ വെച്ചു. എന്നാലും നമ്മുടെ ഹാക്കർ പഴയ ഹാക്കർ തന്നെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ചെവി എല്ലാവരും സ്വന്തം റിസ്കിൽ നോക്കുക. എങ്കിലും അംഗമതിലൂടെ പോവതിങ്ങൂടെ പണ്ടു രാമൻ ശ്രീരാമൻ പോയ പോലെ നാടുവിട്ടേ കാടേറും രാമലീല. അന്തോടും നേരമലീല. അന്തരംഗം തേടും നീ രാമലീല. ആട് ചെയ്ത പാപമെന്ന് പേരിടുന്നു രാമ. പിടിച്ച പോലെ എങ്ങു പാഞ്ഞിടുന്ന ലീല. ആടുകേറി നീ ഒളിച്ചു കാത്തിരിക്ക രാമ. സത്യമുള്ളതാണു നിന്റെ അശ്വമേധ ലീല. പണ്ടു രാമൻ ശ്രീരാമൻ പോയ പോലെ നാടുവിട്ടേ കാടേറും രാമലീല. എങ്കിലും പുഞ്ചിരികളോടെ പോവതിങ്ങൂടെ വഞ്ചനത്തിയേ അംഗമതിലൂടെ പോവതിങ്ങൂടെ. Oh,
ഒഴിവാക്കുക എതിരാളി നടുങ്ങണ പോലെ കൊതിക്കണ ആര് ചെയ്ത പാപം എന്ന് പേരിടുന്നു രാമ പിടിച്ച പോലെ എങ്ങു പാഞ്ഞിടുന്ന ലീല ആടുകേറി നീ ഒളിച്ചു കാത്തിരിക്ക രാമ സത്യമുള്ളതാണു നിന്റെ അശ്വമേധ ലീല പണ്ട് രാമൻ ശ്രീരാമൻ പോയ പോലെ നാടുവിട്ടേ കാടേറും രാമതീരാ എങ്കിലും നീയേ ചിരികളോടെ ജനത്തിയേ അംഗമതിലൂടെ ഗൈസ് ഏതായാലും இந்த വണ്ടിക്കകത്ത് ഒരു DJ പാർട്ടി കഴിഞ്ഞ പോലെയുണ്ട്. ഹാക്കർ വഴി ഹാക്കറാണെന്ന് പിന്നെയും തെളിയിച്ചിട്ടുണ്ട് ഗൈസ്. പവർ ഇച്ചിരി കുറഞ്ഞ സ്പീക്കറാണ് വെച്ചേക്കണമെങ്കിലും ആ ഒരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. വണ്ടിക്കകത്ത് ആ സ്പീക്കറിൻ്റെ ഒക്കെ ക്വാളിറ്റി അപാരമാണ്. ഏതായാലും നമ്മുടെ ഈ ട്രിപ്പിലുള്ളവരും ഭയങ്കരമായിട്ട് അങ്ങ് അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏകദേശം എത്താറായിട്ടുണ്ട് ഗൈസ്. ഇനി കുറച്ച് നേരം കൂടിയേ ഉള്ളൂ. നമ്മൾ വഴിയിൽ ഒയ്യോ വണ്ടിയൊക്കെ നമ്മൾ മാറ്റി വിടുവാണ് ഡിമ്മടിച്ച്. ഇവൻ്റെ എയർ ഹോൺ ആണെങ്കിൽ ഇച്ചിരി പണിയിലിരിക്കുവാണ്, അതാണ് എയർ ഹോൺ അടിക്കാത്തത്. അടിയിൽ നിന്ന് വണ്ടിയൊന്നും ഇവിടെ നിൽക്കുകയില്ല ഗൈസ്. നമ്മളന്ന് മാറ്റി വെച്ച എയർ ഹോൺ അവർ ഇതുവരെ അടിച്ചിട്ടില്ല. എയർ ഹോണും എല്ലാം അങ്ങനെ തന്നെ വെച്ചേക്കുവാണ്. അതായത് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. ഓ എൻ്റെ അമ്മോ, ഫോട്ടോ വന്ന് നമ്മുടെ നെഞ്ചത്ത് കയറിയാനെ. സാരമില്ല, നമുക്ക് ഇങ്ങോട്ട് കയറ്റിയിടാം ഗൈസ് വണ്ടി. ഓക്കെ, ഇത് തൊട്ടിപ്പുറത്ത് തന്നെ ഗാരേജാണ് ഗൈസ്. ഇത് ബസ് സ്റ്റാൻഡാണോ അതോ ഗാരേജ് ആണോ എന്ന് തന്നെ സംശയമാണ്. ഓക്കെ, നമുക്കിത് ഇങ്ങോട്ട് എത്തിക്കാം. അവിടെ കൊണ്ട് നിർത്താം ഗൈസ്. എടേ മാറിപ്പോടേ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടെ ഇറങ്ങുവാണ്. നമ്മുടെ ട്രിപ്പൊക്കെ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഇടിവെട്ട് പാട്ടൊക്കെ ഇട്ട് ഭയങ്കര വണ്ടി കുലുക്കിയാണ് പോയത്. ഏതായാലും നമ്മുടെ ട്രിപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആൾക്കാരൊക്കെ പടപടയെന്ന് ഇറങ്ങും, വേഗം ഇറങ്ങും. ഓ, കയറാൻ ഭയങ്കര പാടായിരുന്നു, ഇറങ്ങാൻ എളുപ്പമാണ് ഗൈസ്. പിന്നെ നമ്മുടെ വണ്ടിക്കകത്ത് ഒരു തുള്ളി ചെളി പോലും പറ്റിയിട്ടില്ല, കാരണം ചെറിയ ട്രിപ്പായിരുന്നു. അതുകൊണ്ട് ഇത് ചെളിയൊന്നും പറ്റാതെ വെള്ള കളറിൽ തന്നെ നിൽക്കുവാണ് ഗൈസ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏതായാലും ഇത് ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിത് 8874 രൂപ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഏതായാലും ഇത്തവണത്തെ ട്രിപ്പ് നല്ല ലാഭമുണ്ട്. 8000 രൂപ കൈ കിട്ടി. പക്ഷെ നമുക്ക് നല്ല ബെസ്റ്റ് സമയമായതുകൊണ്ട് ആ 8000 മിക്കവാറും അടുത്ത ദിവസം പോക്കാവും. ഏകദേശം അങ്ങനെ നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇതേ വണ്ടി ഇവിടെ സൈഡാക്കി ഇട്ടേക്കുവാണ്. ഇതേ നമ്മുടെ ബാബുണ്ണൻ ഇവിടെ നിൽപ്പുണ്ട്. ഓ, പാട്ടിട്ടപ്പോൾ പുള്ളി ക്യാബിനിൽ കിടന്ന് എന്നാക്കിയാ കാണിച്ചു കൂട്ടിയതെന്ന് എനിക്ക് പോലും ഒരു കൈയും കണക്കുമില്ല ഗൈസ്. ഇതേ നമ്മുടെ ഓൾഡ് ഹാക്കർ ഇവിടെ കിടപ്പുണ്ട്. ഇവനിനി പുതിയ ഗ്രാഫിൽ ഇറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്. വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കേ.